ബിജെപി സോഴ്സിനെ ഉദ്ധരിച്ചു നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അല്ലെ, നമ്മുടെ തൊട്ട് പിറകിലുള്ള ബിജിയിൽ അനിഴം, ഇന്ന് അനിഴമാണ്, 5ാം ഓണമാണ്, ഓണക്കാലമാണ്, സമൃദ്ധിയുടെ കാലമാണ്, സന്തോഷത്തിന്റെ കാലമാണ്, ഒരുപാട് പ്രത്യേകതയുള്ള കാലമാണ്. നമ്മൾ ഓരോ ദിവസവും ആ ഓണത്തിന്റെ ഓരോ വിശേഷങ്ങളുമായി ഓണത്തിൽ പ്രധാനപ്പെട്ട അതിഥികളും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അല്ലേ, അപ്പോൾ ഒരുപാട് വാർത്തകൾ. തീർച്ചയായും. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഒരു ചെറിയ പാട്ടിൽ തുടങ്ങിയാലോ? പാട്ട് കൃഷ്ണന്ത് പാടുവോ? ഇല്ല, രഞ്ജിത്തേട്ടൻ പാടുന്നു. ഞാൻ പാടിയത് ഒരു സാഹസം വേണോ? സാരമില്ല, 2-3 ദിവസമായിട്ട് നമ്മളിങ്ങനെ രഞ്ജിത്തേട്ടൻ ഡെസ്കിലും അവിടെ ഇവിടെയായിട്ട് മൂളുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്താണ് കയറിയത്. രഞ്ജിത്തേട്ടനില്ല, ഞങ്ങൾ. അതെ. എങ്ങനെയാണെങ്കിൽ അപ്പോൾ രഞ്ജിത്തേട്ടൻ്റെ 2 പേര് പാട്ട് കേട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്കൊരു പഴയതല്ല, നമ്മുടെ ഒരു ഇടക്കാലത്ത് ഈ പാട്ടുകളുടെ ഒരു വസന്തം ഉണ്ടായിരുന്നത് നമ്മുടെ 80s-ലും 90s-ലും ഒക്കെയാണ്. അന്നൊക്കെ ഉള്ള പാട്ടുകളുടെ ഒരു ഗരിമയൊന്നും അല്ലെങ്കിൽ ഒരു ഭംഗിയൊന്നും ഇപ്പോഴത്തെ പാട്ടുകൾക്ക് ഒരു പലപ്പോഴും കേൾക്കാറില്ല. നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പവിഴം പോൽ എന്നൊരു സോങ് ഉണ്ട്, എൻ്റെ കരോക്കെ ഞാനൊന്ന് പ്ലേ. അപ്പോൾ നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് തന്നെ ആദ്യം പോകണം. കാരണം നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അതിനുശേഷം ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം ഈ കേസ് ഇന്ന് പരിഗണിക്കുകയാണ്. 6ഓളം ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഒരു വനിതാ ജഡ്ജി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഈ ബെഞ്ചിന്റെ ഭാഗമായി ഉണ്ട്. ഇത് ആ ബെഞ്ചിന്റെ സിറ്റിംഗ് ഇന്ന് നടക്കുകയാണ്. ബാക്കി രാവിലെ 10:15 പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ സിറ്റിംഗ് നടക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ അനുബന്ധ രേഖകളും മുദ്രവെച്ച കവറിൽ അഡ്വക്കേറ്റ് ജനറൽ ഡിവിഷൻ ബെഞ്ചിന് നേരിട്ട് കൈമാറും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് ആജ്ഞാ രവീന്ദ്രൻ അല്പസമയത്തിനകം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഹേമ കമ്മിറ്റി. സർക്കാരിന് നേരത്തെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. കാരണം നമുക്കറിയാം, പുറത്തുവിട്ട റിപ്പോർട്ടിൽ കുറെ പേജുകൾ ഒഴിവാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഈ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ പേരുള്ള പേജാണോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ അവിടെ ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് കോടതി പ്രധാനപ്പെട്ട എല്ലാ പേജുകളും ഹാജരാക്കി ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നൽകണം. ആജ്ഞാ രവീന്ദ്രനുണ്ട്. ആജ്ഞ, ഈ പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് ആണ്, ഒപ്പം നിർണായകമാണ്. നമുക്കറിയാം, 10-16 കേസുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നിരവധിയായ പീഡന പരാതികളിൽ. ഇപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കപ്പെടുന്നത്? 6 ഹർജികളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ പുതിയ ബെഞ്ച്, അതായത് സ്പെഷ്യൽ ബെഞ്ച് പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സമ്പൂർണ്ണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ അനുബന്ധ രേഖകളും കോടതിയിൽ ഹാജരാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ ആയിരുന്നു കോടതിയിൽ ഈ പറയുന്ന പൂർണ്ണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം മറ്റ് അനുബന്ധ രേഖകളും ചേർത്ത് ഇന്നലെയായിരുന്നു സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നത്. ആ റിപ്പോർട്ട്, അതായത് കോടതിയിൽ കൈമാറിയിട്ടുള്ള സീൽ ചെയ്ത കവറിലുള്ള റിപ്പോർട്ട് ഇന്ന് ഈ പറയുന്ന സ്പെഷ്യൽ ബെഞ്ചിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിഗണനാ വിഷയങ്ങളിൽ വ്യക്തത വരുത്താനും അതുപോലെ തന്നെ ആദ്യ സിറ്റിംഗിൽ ഈ പരിഗണനാ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ തന്നെയാണ് ആദ്യ സിറ്റിംഗിൽ ബെഞ്ചിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ SIT ഉൾപ്പെടെയുള്ള ടീമുകൾ, അന്വേഷണ സംഘം ഉൾപ്പെടെയുള്ള ടീമുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിലാണ് ഇത് തീരുമാനമാകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കാൻ വനിതാ ജഡ്ജി ഉൾപ്പെടെയുള്ള ഒരു ഡിവിഷൻ ബെഞ്ച് രൂപീകരിക്കുമെന്ന് അനൗൺസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു അതായത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകൾ, മുഹമ്മദ് മുഷ്താഖ് അടക്കമുള്ള ഡിവിഷൻ ബെഞ്ച് ചേർന്നിട്ടാണ്, അത് ജസ്റ്റിസ് എസ് മനുവും മുഹമ്മദ് മുഷ്താഖും ചേർന്നിട്ടുള്ള ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖും ചേർന്നിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെതായിരുന്നു ആ തീരുമാനം. ആ സമയത്ത്, അതായത് കഴിഞ്ഞ തവണ സജിമോൻ പാറയിലിൻ്റെ ഹർജിയുടെ തുടർ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി അനൗൺസ് ചെയ്തത്
എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും അതിനുശേഷവുമുള്ള അത്തരത്തിലുള്ള സിനിമാ മേഖലയിലെ പരാതികൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുശാസിക്കുന്ന പരാതികളൊക്കെ ഇനി ഈ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാകും തീർപ്പ് കൽപ്പിക്കുക എന്നുള്ള കാര്യമാണ്. ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് ആണ്. ഇന്ന് തന്നെ 6 ഹർജികളാണ് ഈ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട വിവരം. നമുക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാം, ആജ്ഞ അതിനകത്ത് മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിന്റെ പൂർണ്ണ രൂപം, ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കോടതിക്ക് മുന്നിൽ എത്തുകയാണ്, മുദ്രവെച്ച കവറിൽ സമർപ്പിക്കുകയാണ്. വനിതാ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും ഈ പൂർണ്ണ രൂപം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മറ്റ് നമ്മൾ ഈ പുറത്തു വരാത്ത മറ്റു പേജുകൾ കൂടി, കുറച്ചാളുകൾ മാത്രം കണ്ട മറ്റു പേജുകൾ കൂടി കോടതിക്ക് മുന്നിൽ എത്തുമ്പോഴുള്ള ഒരു വലിയ പ്രാധാന്യമുണ്ട്. അതെത്രത്തോളമാണ്, അതെങ്ങനെ കാണണം, അത് നിയമവിദഗ്ധരടക്കം ഈ വിഷയത്തിൽ പുലർത്തുന്ന ഒരു വിശ്വാസം എന്താണ്? കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ ഈ കേസിന്റെ, ഈ സംഭവങ്ങളുടെ ഗൗരവ സ്വഭാവം വല്ലാതെ കൂടുകയാണ്. നേരത്തെ തന്നെ രഞ്ജിനിയും സജിമോൻ പാറയിലും അതുപോലെ മുൻ MLA ജോസഫും പുതുശ്ശേരിയും നൽകിയിരിക്കുന്ന ഹർജികളും പെൻഡിങ്ങിലുണ്ട്. അത്തരം ഹർജികൾ തീർപ്പാക്കാനുണ്ട്. ആ ഹർജികൾ കൂടി ഇന്ന് ഈ ബെഞ്ച് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ, ഈ പറയുന്നത് പോലെ കൃത്യമായ ഒരു നിയമാവലിയില്ല, അല്ലെങ്കിൽ നിയമ സംവിധാനമില്ലാത്ത ഒരു തരത്തിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പരിധിയിലുള്ള പരാതികൾ പരിഹരിക്കാനുള്ള നീക്കം ഉണ്ടാകുന്നത് എന്നൊരു ആരോപണം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഞെട്ടിക്കുന്ന തരത്തിലുള്ള നിരവധി വെളിപ്പെടുത്തലുകൾ, കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയ ആളുകളുടെ മൊഴിപ്പകർപ്പ് പുറത്തുവിടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പോലും, പക്ഷേ കമ്മിറ്റിയുടെ മുൻപാകെ മൊഴി രേഖപ്പെടുത്താത്ത പല സ്ത്രീകളും തങ്ങൾ ഇത്തരത്തിൽ അതിഭീകരമായ ലൈംഗിക അതിക്രമം നേരിട്ടു, അതല്ലെങ്കിൽ തൊഴിൽ പീഡനം നേരിട്ടു, ഈ സിനിമയിൽ തൊഴിൽ നേടണമെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ കിട്ടണമെങ്കിൽ ശരീരം നൽകണമെന്നൊരു സാഹചര്യത്തിലേക്ക് അവരെ അങ്ങനെ ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഒരു തരത്തിലേക്ക് അവരെ എത്തിപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി സ്ത്രീകൾ രംഗത്തെത്തിയിരിക്കുന്നു. അത്തരം സാഹചര്യങ്ങളാണ് ഇത്. പല പരാതികളും നമുക്കറിയാം കാലപ്പഴക്കം കൊണ്ട്, അതായത് 2009 കേസുണ്ട്, 2013 കേസുണ്ട്. ഇത്തരം കാലഘട്ടത്തിന് മുൻപാണോ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സാഹചര്യം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ, അലൻസിയറുടെ പരാതി, അത് അമ്മയിൽ ഉൾപ്പെടെ അന്ന് പരാതി നൽകിയിരുന്നെങ്കിലും അലൻസിയർ മാപ്പ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത്തരം പരാതികളൊക്കെ വീണ്ടും വന്നിരിക്കുകയാണ്. അതിൽ നിയമപരമായിട്ടുള്ള അതല്ലെങ്കിൽ സാധ്യതകൾ തേടിക്കൊണ്ട് തന്നെയാണ് ഈ ഇതിന് അടിപ്പെട്ട സ്ത്രീകളൊക്കെ രംഗത്തെത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് കഴിഞ്ഞ സിറ്റിംഗിലാണ് സജിമോൻ പാറയിലിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഡിവിഷൻ ബെഞ്ച്, അതായത് അന്ന് വരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഗണിച്ച ബെഞ്ചാണ് ഈ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെയും അതുപോലെ ജസ്റ്റിസ് എസ് മാനുവിന്റെയും ബെഞ്ച്. ആ ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനമാണ്. ആ ഡിവിഷൻ ബെഞ്ച് ആ സാഹചര്യത്തിലാണ് അറിയിച്ചത്, ഇത്തരത്തിൽ ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്പെഷ്യൽ ബെഞ്ചായിരിക്കും പരിഗണിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം വെക്കുന്നതും, നിർദ്ദേശം മാത്രമല്ല അങ്ങനെ ഒരു ഉത്തരവ് പറയുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമുള്ള കോലാഹലങ്ങൾ വലുതാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള വാദപ്രതിവാദങ്ങളും വിമർശനങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു നിയമ സംവിധാനം ഉണ്ടാവുകയും അത് പരിഹരിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ ബെഞ്ച് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ള കാര്യവും അങ്ങേയറ്റം ആശ്വാസകരമാണ്. മാത്രമല്ല അത് സ്വാഗതാർഹവുമാണ്. ആ ബെഞ്ചിന്റെ ആദ്യത്തെ സിറ്റിംഗ് ആണ്. 6 ഹർജികളാണ് സജിമോൻ പാറന്റെയും രഞ്ജിനിയുടെയും അതുപോലെ മുൻ MLA ജോസഫും പുതുശ്ശേരിയുടെയും ഹർജികൾ ഉൾപ്പെടെ 6 ഹർജികളാണ് ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ പരിഗണിക്കുക. അതുപോലെ തന്നെ ഇന്നലെ കവറിൽ സീൽ വെച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ രൂപം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഇന്ന് ഈ ബെഞ്ചിന് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആജ്ഞ രവീന്ദ്രനാണ്
വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരുന്നു. അതിൻ്റെ സിറ്റിംഗ് ഇന്ന് നടക്കുകയാണ്. 10 മണിക്കാണ്. നിർണായകമാണ്. കാരണം ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം സർക്കാർ ഹാജരാക്കേണ്ടി വരുന്ന സാഹചര്യം കൂടി ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് വേണം കരുതാൻ. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും. അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാകും നടപടി. വിവരങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. ഏതായാലും അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകും. നടപടി ഇന്ന് 5-6 ദിവസമായിട്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പോലും എന്നുള്ള ആക്ഷേപങ്ങൾ നിൽക്കുമ്പോഴാണ് ഉടൻ നടപടി ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വിനോദ്, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സംസാരിക്കുമോ? ഇന്ന് ചില ചടങ്ങുകളിൽ, ഇന്ന് നാളെയുമൊക്കെ ചില ചടങ്ങുകളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിനു മുമ്പ് മാധ്യമങ്ങളെ കാണുമോ? നടപടി ഏതെങ്കിലും പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, കൃഷ്ണേന്ദു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്റലിജൻസ് ADGPയും സംസ്ഥാന പോലീസ് മേധാവിയും തന്നെയും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഇപ്പോഴത്തെ ADGP കുമാറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, ഈ ഒരു സ്ഥിതി വിലയിരുത്തുക എന്നത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. PV അൻവർ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളെ കണ്ട് ADGPയെ മാറ്റണം, ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ഇന്റലിജൻസിന്റെ നിരീക്ഷണം പൂർണ്ണമായും അജിത് കുമാറിന് മേലുണ്ടാകണം. അതോടൊപ്പം തന്നെ അൻവർ പറഞ്ഞത് തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് ഒരു ഭരണപക്ഷ MLA ആണ് ഇത്തരത്തിൽ ലോ ആൻഡ് ഓർഡർ ADGPയെ അവിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത്. സർക്കാരിന് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. മാത്രമല്ല, ഈ അൻവർ പറഞ്ഞ സ്വർണ്ണക്കടത്ത്, കൊലപാതകം അല്ലെങ്കിൽ ലഹരി മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം, സ്വർണം പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വർണം കടത്തിക്കൊണ്ടുവരുമ്പോൾ അതെല്ലാം പിടികൂടുന്ന സ്വർണം ഇവർ തട്ടിയെടുക്കുന്നു. അങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾക്കപ്പുറത്താണ് രാഷ്ട്രീയമായി കൂടി ഇപ്പോൾ സർക്കാർ മറ്റൊരു പ്രതിസന്ധി നേരിടുന്നത്. RSS നേതാക്കളുമായിട്ടുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച, ദത്താത്രേയയും അതോടൊപ്പം തന്നെ റാം മാധവ്, ഇങ്ങനെ 2 RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ കേരളത്തിൽ വെച്ച് കാണുകയും അത് അടുത്തടുത്ത ദിവസങ്ങളിലാണ്. 2023 മെയ് 22-നും ജൂൺ 2-നുമായിട്ടാണ് ഈ കൂടിക്കാഴ്ചകൾ നടന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തമായ മറുപടി പറയാൻ സർക്കാരിന് കഴിയുന്നില്ല. അത് സ്വകാര്യ സന്ദർശനമാണെന്ന് അജിത് കുമാർ പറയുമ്പോഴും അങ്ങനെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം CPI എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇതിൽ വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ CPM-നുള്ളിലെ പല നേതാക്കളും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്ന കാര്യം, പ്രത്യേകിച്ച് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഒരു ഗൂഢാലോചനയുണ്ട്, RSSന് വേണ്ടി ചെയ്ത കാര്യമാണെന്ന അതിശക്തമായ ആക്ഷേപമാണ് ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് നടപടിയിലേക്ക് സർക്കാർ പോകും എന്നത് വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇതുവരെ അജിത് കുമാറിനെ വിട്ടുകളയാൻ തയ്യാറായിട്ടില്ല. രഞ്ജിത്ത്, ഏതായാലും നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് നമുക്ക് ഇനി കാര്യങ്ങൾ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി മിണ്ടുന്നില്ല വിനോദ് എന്നുള്ള ആക്ഷേപമാണ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞത്. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. ഇന്നലെയൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല, CPM-നെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കേണ്ട. ഇന്നലെ മറ്റൊരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു അതൃപ്തിയില്ല എന്ന് ആര് പറഞ്ഞു? അതൃപ്തിയുണ്ട് പാർട്ടിക്ക്. CPI-യുടെ നിലപാട് ഒരു പരിധിവരെ ഒരു പക്ഷത്തുണ്ട്. അപ്പോഴും ഈ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് പോകണം, അജിത് കുമാറിനെ മാറ്റി നിർത്തണം, മറ്റു ചില പേരുകൾ പരിഗണിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അതിന് എന്താണ് തടസ്സമെന്നുള്ള ചോദ്യം പ്രധാനമാണല്ലോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. മുഖ്യമന്ത്രി ഏതാണ്ട് പാർട്ടിയിൽ ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ട മട്ടല്ലേ? രഞ്ജിത്ത്, വളരെ ശ്രദ്ധേയമാണ് MV ഗോവിന്ദന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം നമ്മൾ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ അതൃപ്തിയില്ല എന്ന് ആര് പറഞ്ഞു എന്ന ചോദ്യമാണ്. അതായത് CPI-യുടെ അതിർത്തിയെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് CPM-ന് അതിർത്തിയില്ലെന്ന് ആര് പറഞ്ഞു എന്ന MV ഗോവിന്ദന്റെ ചോദ്യം. അതായത് തുടക്കത്തിൽ അൻവറിനെ ഒരു പരിധിവരെ തള്ളിക്കൊണ്ട് അജിത് കുമാറിനെ സംരക്ഷിച്ച് നിർത്തുന്ന നിലപാടിലേക്ക് പോയ പാർട്ടി സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു വന്ന ശേഷമുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളുടെ തുടക്കത്തിൽ, ആദ്യ സമയത്തെ വാർത്താ സമ്മേളനങ്ങളിൽ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന, ഒരു പരിധിവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ സമീപനത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അവിടെയാണ് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതൃപ്തിയില്ല എന്ന കാര്യം ആര് പറഞ്ഞു എന്ന ചോദ്യം അവിടെയാണ് വളരെ പ്രസക്തമാകുന്നത്. മുഖ്യമന്ത്രിയുടെ ലൈനിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു സമീപനം വരുന്നു എന്ന ഒരു
സാഹചര്യം. അതോടൊപ്പം തന്നെയാണ് LDF കൺവീനർ പറഞ്ഞതും ഇത് കൃത്യമായി അന്വേഷിക്കണം എന്ന കാര്യം. അവിടെ മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അൻവറിന്റെ ആവശ്യം അത് സർക്കാരിനെ സംബന്ധിച്ച് എടുക്കാനും തള്ളാനും വയ്യാത്ത തരത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. PV അൻവർ അവസാനിപ്പിക്കുന്നില്ല, വാർത്താ സമ്മേളനങ്ങൾ അവസാനിപ്പിക്കുന്നില്ല, മാധ്യമങ്ങളെ കാണുന്നത് അവസാനിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്നലെ വളരെ വിചിത്രമായ ഒരു സമീപനം അത് AN ഷംസീറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു കാര്യമാണ്. സ്പീക്കറുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ RSS നേതാക്കളെ ഒരു ADGP കണ്ടതിൽ എന്ത് തകരാറാണുള്ളത്, അങ്ങനെ കൂടിക്കാഴ്ചയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു ലൈൻ സ്പീക്കർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് അൻവറിനോട് താല്പര്യം, മുഹബത്ത് തോന്നി തുടങ്ങിയത് എന്ന ഒരു ചോദ്യം കൂടിയാണ്. അതായത് മാധ്യമപ്രവർത്തകരോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ഈ കൂടിക്കാഴ്ചയെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഷംസീറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായിരുന്നാലും CPM-ൽ തന്നെ വളരെ വ്യത്യസ്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും ഈ കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് മുന്നണിക്കുള്ളിൽ നിന്ന് CPI വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ബിനോയ് വിശ്വത്തിന്റെയും VS സുനിൽകുമാറിന്റെയും ഒക്കെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഇതിൽ അജിത് കുമാറിനെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ അത് PV അൻവറിനെ എങ്ങനെ അത് ബോധ്യപ്പെടുത്തും, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, ആദ്യത്തെ അൻവറിന്റെ ആരോപണങ്ങളുണ്ട്, അതിനപ്പുറത്തേക്കാണ് ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ കൂടി വന്നത്. അതിന് വലിയ രാഷ്ട്രീയ മാനമുണ്ട്. അതിൽ സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നെങ്കിൽ അത് എന്തിന് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. രഞ്ജിത്ത് കൃഷ്ണൻ, തീർച്ചയായും അത് പ്രധാനമാണ്. കാരണം ഷംസീറാണ് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. RSS രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. RSSന്റെ മേധാവിയോട് അല്ലെങ്കിൽ നേതാക്കളോട് കൂടിക്കാഴ്ച ഒരു ADGP നടത്തിയാൽ അതിൽ എന്ത് അസ്വാഭാവികത എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അന്വേഷിക്കണം എന്ന് ഷംസീർ പറയുന്നു. CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. ഇപ്പോൾ സ്പീക്കർ കൂടിയായ ഷംസീറിന്റെ ഈ പ്രതികരണം ഇന്നലെ ഏറെ ചർച്ചയായി, വളരെ പ്രധാനപ്പെട്ടതായി. ഇതിനിടയിൽ മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇന്നോ നാളെയോ ഈ വിഷയത്തിൽ പ്രതികരിച്ചേക്കാം അല്ലേ എന്നാണ് വിവരം. ഇന്നോ നാളെയോ വാർത്താ സമ്മേളനം നടത്താനാണ് സാധ്യത. ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്ക് സർക്കാർ തയ്യാറാകാത്തതിൽ CPM നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി M ഗോവിന്ദൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. CPM കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇന്ന് പങ്കെടുക്കും. വിവാദത്തിൽ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി സംസാരിച്ചേക്കാം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് നാളെ മാധ്യമങ്ങളെ കണ്ടേക്കാം എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത, ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണത്തിന്റെയും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന്റെയും പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്നുണ്ടാകും. വൈകുന്നേരം 6 മണിക്കാണ് തീപ്പന്തം കൊളുത്തിയുള്ള പ്രതിഷേധം. അത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പന്തം കൊളുത്തി പ്രകടനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ജില്ലാ ആസ്ഥാനങ്ങളിൽ DCCകളുടെ നേതൃത്വത്തിലാകും പരിപാടി സംഘടിപ്പിക്കുക. ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന വിവാദങ്ങളിൽ പ്രതിഷേധം സംസ്ഥാന തലത്തിൽ ശക്തമാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. കോഴിക്കോട് മാമി തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ കുടുംബത്തിന്റെ മൊഴിയെടുത്തിരുന്നു. പോലീസ് വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ IG-യുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നാണ് കുടുംബം പറയുന്നത്. അന്വേഷണ സംഘം യോഗം ചേരും. അത് ഈ മാമി തിരോധാനം PV അൻവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. പക്ഷെ എന്തോ അത് ഇപ്പോഴും അതിനുശേഷം കുടുംബം നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവർ ഈ മാമി ഏറ്റവും അവസാനം നടത്തിയ ഒരു ഭൂമി ഇടപാടുണ്ട്, 300 കോടി രൂപയുടേതാണ്. മാമി ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ മാമിയെ കാണാതാവുകയും മറ്റുമായിരുന്നു. അങ്ങനെ വലിയ ഗൗരവതരമായ പരാതിയാണ്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അനീഷ്, ഈ എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്ത്, കേസുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ തുടക്കം ഇന്ന് ഉണ്ടാവുക എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ നടക്കാവ് പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് കൈപ്പറ്റിയിരുന്നു. അതിനുശേഷം ചില പ്രാഥമിക നടപടിക്രമങ്ങൾ ഇന്നലെ ആരംഭിച്ചു. ഇതിൽ മാമിയുടെ കുടുംബത്തിന്റെ അംഗങ്ങളുടെ, പ്രത്യേകിച്ചും മകളുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്ന നടപടിയാണ് ഇന്നലെ പൂർത്തിയായിരിക്കുന്നത്. പക്ഷേ വിശദമായ മൊഴിയെടുക്കൽ ഇനി ഉണ്ടാവുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നു മുതൽ ഇക്കാര്യത്തിലൊരു കൃത്യമായ നടപടിക്രമങ്ങളുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകും. ഇന്ന് ഈ എന്തൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ കേസിൽ ചെയ്യാൻ പോകുന്നതെന്ന് വിശദീകരിക്കാനായി ക്രൈംബ്രാഞ്ച് IG ഉച്ചയ്ക്ക് 12 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനു മുമ്പായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു യോഗം ചേരുന്നതിനുള്ള
നടപടിക്രമങ്ങളും ഉണ്ടാവുമെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷമാവും ആരെയൊക്കെ ചോദ്യം ചെയ്യണം എന്നത് സംബന്ധിച്ചും ആരുടെയൊക്കെ മൊഴിയെടുക്കണം എന്നത് സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത വരിക. നേരത്തെ ലോക്കൽ പോലീസും പ്രത്യേക അന്വേഷണ സംഘവും 300-ലധികം ആളുകളുടെ മൊഴി ശേഖരിച്ചതായാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇതിൽ 90% ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തിയത് മൊബൈൽ ഫോണിലൂടെ വിളിച്ചെടുത്തായിരുന്നു. ഇതൊന്നും ഈ കേസിന്റെ മുന്നോട്ടു പോക്കിന് ഒട്ടും സഹായകരമല്ല എന്നൊരു നിലപാട് മാമിയുടെ കുടുംബം സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 22-ന് കാണാതായ ആളെക്കുറിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും യാതൊരു വിവരങ്ങളും പുറത്തു വരാത്ത ഒരു സാഹചര്യമുണ്ട്. അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് പലവട്ടം ആവർത്തിക്കുമ്പോഴും അതിന്റെ വിശദാംശങ്ങളൊന്നും കുടുംബവുമായി പങ്കുവെക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു. ആദ്യം അന്വേഷണ സംഘം ഒരു തരത്തിലും കേസിൽ മുന്നോട്ട് പോകാത്ത സാഹചര്യം. കാരണം സുവർണ നിമിഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആദ്യ ദിവസങ്ങൾ അല്ലെങ്കിൽ ആദ്യ മണിക്കൂറുകൾ ഈ അന്വേഷണ സംഘം പാഴാക്കുകയായിരുന്നു എന്നും കുടുംബം പറയുന്നു. കാരണം നഗര മധ്യത്തിൽ നിന്നാണ്, ഏതാണ്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ഒക്കെ സമീപത്തുള്ള ഭാഗത്തു നിന്നാണ് മാമിയെ കാണാതാവുന്നത്. എന്നാൽ അവിടെയൊക്കെ നിരവധി CCTV-കൾ ഉണ്ടെങ്കിൽ പോലും നഗരത്തിലെ ഒരിടത്തെയും CCTV ദൃശ്യങ്ങളിൽ മാമി പതിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ കാര്യമായ ഒരു CCTV പരിശോധന ഇക്കാര്യത്തിൽ അധികൃതർ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അതിനുശേഷം അത്തോളിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് എത്തിയതായി മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടിരുന്നു. അവിടുത്തെ ഒരു വീടിനെ ചുറ്റിപ്പറ്റി ചില സംശയങ്ങളുണ്ട് എന്നും പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ ആ വീട്ടിനുള്ളിൽ കാര്യമായ ഒരു പരിശോധന നടത്താൻ തയ്യാറായില്ല. ഒരു കിണർ പറ്റിച്ച് പരിശോധന നടത്തണമെന്നൊക്കെ അറിയിച്ചെങ്കിൽ പോലും അക്കാര്യത്തിലും നടപടി ഉണ്ടായില്ല എന്ന് കുടുംബം പറയുന്നു. ഒപ്പം ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള 300 കോടി രൂപയോളം വിലമതിക്കുന്ന ഒരു ഇടപാടിന്റെ ഇടനിലക്കാരനായിരുന്നു മാമി. പക്ഷേ മാമി മരിച്ചു ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ കാണാതായി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഈ ഇടപാട് നടക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഇടപാട് നടത്തിയവരാരാണ്, ഈ ഇടപാടിന് പിന്നിൽ എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കുമെന്ന് കുടുംബം പറഞ്ഞിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഈ കാണാതാവുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ദുബായ് യാത്ര നടത്തിയിരുന്നു. ആ ദുബായ് യാത്രയ്ക്ക് ശേഷം നാട്ടിലേക്ക് എത്തിയപ്പോൾ പഴയ ഒരു സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇനി ഒരു വട്ടം കൂടി ദുബായിക്ക് പോകേണ്ടി വരുമെന്ന് കുടുംബത്തോട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ ദുബായ് സന്ദർശനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇക്കാര്യങ്ങളും പോലീസ് വകവെക്കുണ്ടായില്ല. മറിച്ച് ഈ മാമയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഊന്നിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് മാത്രം പോലീസ് ചുരുങ്ങുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. ഇതിനുശേഷമാണ് കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് മറ്റ് ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതേ തുടർന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഒരു തീരുമാനമാവുകയും ചെയ്തു. എന്നാൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ IDGP MR അജിത് കുമാർ ഇടപെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ഇതിൽ ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ അദ്ദേഹമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായി നിശ്ചയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തിടുക്കപ്പെട്ട് ഈ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്ക് കേസ് പോകുന്നത് തടയാനുള്ള നീക്കം ADGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത്. എന്തായാലും കേരള പോലീസിന് തങ്ങൾക്ക് വിശ്വാസമാണ്, മിടുക്കരായ ഉദ്യോഗസ്ഥരുള്ള ഒരു സംഘമാണ് കേരള പോലീസ് എന്നാണ് ഇപ്പോഴും കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ട് ഹൈക്കോടതി സമീപിക്കുകയും CBI അന്വേഷണം നടത്തുന്നതിൽ തടസ്സമില്ല എന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിൽ നിന്നാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന തീരുമാനത്തിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിലെ അന്വേഷണവുമായി ആശയവിനിമയം നടത്തിയതിൽ അവർ തൃപ്തരാണ് എന്ന് കുടുംബം പറയുന്നു. വളരെ കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന ഒരു പ്രതീക്ഷയും തങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ഇന്ന് ഔദ്യോഗികമായി തന്നെ കേസിന്റെ അന്വേഷണം ആരംഭിക്കും. ഏതൊക്കെ തരത്തിലേക്കാണ് അന്വേഷണം പോകേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് സംശയം ഉള്ളതെന്ന് സംബന്ധിച്ച കുടുംബം ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാമിയുടെ ഭാര്യമാരോടക്കമുള്ളവരോടും ബന്ധുക്കളോടുമൊക്കെ ഇന്നും നാളെയും ഒക്കെയായി ഈ ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുക്കും. അതാണ് സാഹചര്യം. ഏതായാലും മാമി തിരോധാനം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. കുടുംബത്തിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. അവർക്ക് ഒരുപാട് പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നേരത്തെയൊക്കെ നിരവധി കാര്യങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും അത് പോലീസ് കാര്യമായി പരിഗണിച്ചില്ല എന്നാണ് അവരുടെ ആക്ഷേപം. നമുക്ക് തിരിച്ചു വരാം വളരെ പെട്ടെന്ന്. മോർണിംഗ് വൈബ്സിൽ ഇടവേള. എന്നുകൂടി ആ വാർത്തയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരൊരു വാർത്ത നമ്മളും പുറത്തുവിടുന്നത്. പക്ഷേ ഇതിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്ഥിരീകരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ വാർത്തയിലും ഏതു നേതാവാണ് എന്ന സൂചനകളോ ഇല്ല. കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവാണ്, ഒപ്പം MP ആണ്. ഈ 2 സൂചനകൾ മാത്രമാണുള്ളത്. മുതിർന്ന നേതാക്കളായ MP നിരവധി പേരുണ്ട്. അതിപ്പോൾ തിരുവനന്തപുരം MP തൊട്ട് കാസർഗോഡ് MP വരെയുള്ള നിരവധി MP എടുത്തു കഴിഞ്ഞാൽ മിക്ക ആളുകളും മുതിർന്ന നേതാക്കൾ തന്നെയാണ്. അവർ പലരും MP-മാരാണ്. 1-2 പേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ തലമുതിർന്ന നേതാക്കൾ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ
കേരളത്തിൽ MP-മാരായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ ആരാണ് എന്നത് കൃത്യമായി ആ വാർത്തയിൽ എവിടെയും പറയുന്നില്ല. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു ചർച്ച നടന്നുവെന്നും ഈ MP തന്നെ അങ്ങോട്ട് BJP-യുമായിട്ട് ചേരാനുള്ള താല്പര്യം അറിയിക്കുകയായിരുന്നുവെന്നും, എന്നാൽ BJP-യിലെ ഒരു വലിയ ഭാഗം നേതാക്കൾക്ക്, പല നേതാക്കൾക്കും ഇദ്ദേഹത്തിനെ BJP-യിലേക്ക് എടുക്കുന്നതിന് മറ്റു പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ട് എന്നതും, എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൽ അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു MP തന്നെ BJP-യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായിട്ടുള്ള പോരാട്ടത്തിൽ BJP-ക്ക് ചെറിയ തരത്തിൽ എഡ്ജ് കിട്ടും. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് പോകണം, അതുകൂടി പരിഗണിച്ച് വേണം തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള ഒരു നിലപാടിലാണ് BJP നേതൃത്വം നിൽക്കുന്നത് എന്നുള്ളതും വാർത്തയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ വാർത്തയിൽ എവിടെയും ആരാണ് MP എന്നോ ഏതു നേതാവാണെന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു സൂചനയും നൽകുന്നില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, MP ആണ് എന്നുള്ളതാണ്. അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ മാത്രമായി തന്നെ പറയാൻ കഴിയില്ല. കേരളത്തിലെ കോൺഗ്രസ് MP-മാരിൽ മഹാഭൂരിപക്ഷം പേരും തലമുതിർന്ന MP-മാരാണ്. പലരും 3 പ്രാവശ്യവും 4 പ്രാവശ്യവും ഒക്കെ MP-മാരായ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് ഈ മുതിർന്ന നേതാവ് എന്നത് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്ത ഒരു ദേശീയ ദിനപത്രം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. BJP നേതാക്കളുടെ അടുത്ത് എനിക്ക് BJP-യിലേക്ക് ചേരാൻ താല്പര്യമുണ്ട് എന്ന് MP അങ്ങോട്ട് അറിയിക്കുന്നു. അതിൽ BJP ഉടൻ തീരുമാനമെടുക്കും എന്നുള്ള മട്ടിലാണ് ആ വാർത്ത എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ മഞ്ജുഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ CPM-BJP ബന്ധത്തെക്കുറിച്ചുള്ള വലിയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് BJP സോഴ്സിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് കോൺഗ്രസിന് BJP ബന്ധമെങ്കിൽ കോൺഗ്രസിന് ഒരു പ്രധാനപ്പെട്ട നേതാവ് BJP-യിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വാർത്തയ്ക്ക് സവിശേഷമായ ചില പ്രാധാന്യം കൂടിയുണ്ട്. ഒരു കോൺഗ്രസ് നേതാവാണ്, ഇപ്പോഴത്തെ MP ആണ് എന്നതിനപ്പുറം നേതാവാരെന്ന് വാർത്തയിൽ സൂചിപ്പിക്കുന്നില്ല. ഈ നേതാവ് BJP-യിൽ ചേരാൻ താൽപ്പര്യം അറിയിച്ച് നേതൃത്വത്തെ സമീപിക്കുകയായിരുന്നുവെന്നാണ് വാർത്തയിൽ പറയുന്നത്. എന്നാൽ BJP-യിലെ പലർക്കും ഈ കോൺഗ്രസ് നേതാവിനെ കുറിച്ചുള്ള വിയോജിപ്പുകൾ ഉണ്ട്. പക്ഷേ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നേതാവ് വരുന്നത് നമുക്കിനി നാഷണൽ വാർത്തകളിലേക്ക് പോകണം. ഇന്റർനാഷണൽ വാർത്തകൾക്കായി കൃഷ്ണേന്ദു ഡെസ്കിലേക്ക് പോയിരിക്കുകയാണ്. അല്പസമയത്ത് തിരികെ വരും. എന്നോടൊപ്പം സുവി വിശ്വനാഥ് ദേശീയ വാർത്തകളുമായി ചേരും. സുവി, സ്വാഗതം. നമുക്ക് ഒരുപാട് വാർത്തകളുടെ ദിവസമാണല്ലേ. പ്രത്യേകിച്ച് മണിപ്പൂരിൽ സംഘർഷം തുടരുകയാണ്, വലിയ സംഘർഷം നടക്കുന്നു. പിന്നെ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ദിവസമാണ്. വലിയ ജാഗ്രത പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹരിയാനയിലെ പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമുക്ക് മണിപ്പൂരിലേക്ക് തന്നെ പോവാം. മണിപ്പൂർ ഏറെ ദിവസങ്ങളായി അശാന്തമായി തന്നെ തുടരുകയാണ്. മണിപ്പൂരിൽ ഇന്ന് അവിടെ കഴിഞ്ഞ ദിവസം ഒരു സൈനികനെ കാണാതായിരുന്നു. ആ സൈനികനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് മണിപ്പൂരിലുള്ളത്. മണിപ്പൂർ അശാന്തമായി തന്നെ തുടരുകയാണ്. ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ബൈരൻ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള പന്തം കൊളുത്തി പ്രകടനം ഉൾപ്പെടെയുള്ളവ നടക്കുന്നുണ്ട്. ഇന്നലെയായിരുന്നു ഈ പന്തം കൊളുത്തി പ്രകടനം നടന്നത്. ഇന്ന് മിനിഞ്ഞാന്ന് നടന്നു. അതിനുശേഷം വീണ്ടും സ്ത്രീകളുടെ പ്രതിഷേധ പ്രകടനം നടന്നു. ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് ഈ ബൈരൻ സിംഗിന് രാജിവെക്കണം, അദ്ദേഹത്തിന് ഈ ക്രമസമാധാന പാലനം അത്ര കാര്യക്ഷമമായി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നാണ് ബൈരൻ സിംഗിനാണ്. അതുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്നൊരു വിമർശനമാണ് അദ്ദേഹത്തെ ഉണ്ടാകുന്നത്. ഒപ്പം ഈ കാര്യത്തിൽ, അതായത് ബൈരൻ സിംഗിൻ ഇതിനിടെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്നേ സമയത്ത് അദ്ദേഹത്തിന്റെ രാജിയായിരുന്നു പ്രശ്നം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബൈരൻ സിംഗ് രാജിവെക്കേണ്ട സാധ്യത ഇല്ല എന്നൊരു വിശകലനമാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ കേന്ദ്ര സൈന്യത്തിനെ വേണമെങ്കിൽ നിയോഗിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അദ്ദേഹം പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മണിപ്പൂർ അശാന്തമായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് ഹരിയാനയിലെ സഖ്യ ചർച്ചകൾ കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നു. പക്ഷേ അത് വിജയത്തിലെത്തിയില്ല. അപ്പോൾ ത്രികോണ മത്സരത്തിലേക്ക് പോകുന്നു. ഹരിയാനയിൽ സഖ്യ ചർച്ചകൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ നടത്തിയ സഖ്യ ചർച്ചകൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഇന്നലെ ആം ആദ്മി പാർട്ടി 22 അംഗങ്ങളുടെ ഒരു 22 അംഗങ്ങളെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കോൺഗ്രസുമായി ഇനി ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും അത് വിജയത്തിലെത്താനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇങ്ങനെ സഖ്യ ചർച്ചകൾ പൊളിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ എന്തായാലും ആം ആദ്മി പാർട്ടി 90 സീറ്റുകളിലും ഇവരെ പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മത്സരിക്കും. BJP-യും കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള ത്രികോണ മത്സരം. അത്യാവശ്യം അവിടെ ശക്തിയുള്ള
ഹരിയാനയിൽ ശക്തിയുണ്ട്. അതെ, ഇന്നലെ പ്രമുഖ നേതാക്കളുടെ സീറ്റുകളെല്ലാം തന്നെ ആം ആദ്മി പാർട്ടി ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം ഹരിയാനയിൽ നടക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ ആദ്യഘട്ടത്തിൽ അത് നമ്മൾ നെഗറ്റീവാണ് എന്നാണ് മങ്കി പോക്സ്. നമ്മൾ ഇന്നലെ ഒരാൾ സംശയാസ്പദമായി ചികിത്സയിലുണ്ടായിരുന്നു. പക്ഷേ അയാള് വൈകുന്നേരം നമ്മൾ നെഗറ്റീവാണെന്ന വാർത്ത നമ്മൾ കൊടുക്കുകയും ചെയ്തിരുന്നു. ഉച്ചയോടുകൂടി അത് നെഗറ്റീവാണ്, നമുക്ക് ഭയക്കേണ്ട സാഹചര്യം ഇല്ല എന്ന സംബന്ധിച്ച വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് എങ്കിൽ അതിപ്പോൾ മാറിയിട്ടുണ്ട്. ആ സാഹചര്യം മാറിയിട്ടുണ്ട്. പോസിറ്റീവായിരിക്കുകയാണ് ആ യുവാവിന്റെ പരിശോധനാ ഫലം പോസിറ്റീവായിരിക്കുകയാണ്. മങ്കി പോക്സ് ആദ്യമായി ഇന്ത്യയിൽ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതെ, മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് വന്ന ആളാണ്. കർശന ജാഗ്രത പുലർത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണം ഉണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ അറിയിക്കണം. ഈ ആളെ ഐസൊലേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇയാളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും കേന്ദ്രം ഊർജിതമായി തന്നെ തുടരുകയാണ്. ശരി, അപ്പോൾ അതാണ്, അതായത് ദേശീയ തലത്തിലുള്ള 3 പ്രധാനപ്പെട്ട വാർത്തകളുമായാണ് സുവി ചേർന്നത്. ഏതായാലും ഈ ഹരിയാന പ്രധാനമാണ്, അതുപോലെ തന്നെ മണിപ്പൂർ പ്രധാനമാണ്. മണിപ്പൂരിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. മങ്കി പോക്സിൽ ജാഗ്രത, അതെല്ലാ തരത്തിലുള്ള ജാഗ്രത വിമാനത്താവളങ്ങളിലും മറ്റും നൽകിയിട്ടുണ്ട് എന്നാണ് വരുന്നത്. കൃഷ്ണൻ വരുന്നതിന് വരെ ഒന്ന് കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വാർത്തയുണ്ട്, സുവി ഒന്ന് വായിച്ചോളൂ. ആനയുടെ ചിത്രം കണ്ടാൽ അത് ഏത് ആനയാണെന്ന് തിരിച്ചറിയുന്ന ഒരു കൊച്ചു മിടുക്കനുണ്ട് കുന്നംകുളത്ത്. സിനിമാ താരം ജയറാം അടക്കം നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ ഈ 5 വയസ്സുകാരന്റെ രസകരമായ വീഡിയോ പങ്കുവച്ചതോടെ സംഭവം വൈറലായിരിക്കുകയാണ്. ഇതോ ഈ ആനയെന്ന് പറഞ്ഞേ, ഇതൊന്ന് പറഞ്ഞേ, ആരാണ്? കുംകി. ആ, അവധിക്കാല യാത്രയെക്കുറിച്ചുള്ള ടീച്ചറുടെ ചോദ്യത്തിനിടയിലാണ് 5 വയസ്സുകാരന്റെ ആനക്കമ്പം പുറം ലോകം അറിയുന്നത്. പെരുമ്പിലാവ് വളയംകുളം MVM റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ LKG വിദ്യാർത്ഥിയായ ധ്രുവാദക്ഷ് VP ആണ് ആ താരം. ചോദ്യത്തിനിടയിൽ 5 വയസ്സുകാരൻ അരിക്കൊമ്പനെ കുറിച്ച് വാചാലനായി. എങ്കിലും ടീച്ചർ ചോദിക്കാം, ഇതോ എന്താണ്? അരിക്കൊമ്പൻ. ഇതിനെങ്ങനെയാ അരിക്കൊമ്പൻ പേര് വന്നത്? നാട്ടിലിറങ്ങി അരി തിന്നും, അതുകൊണ്ട് അരിക്കൊമ്പൻ എന്നുള്ള പേര് വന്നു അല്ലേ? ക്ലാസ്സില് കുട്ടികള് ഹോളിഡേ കഴിഞ്ഞ് വന്നപ്പോ മക്കള് ട്രിപ്പ് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഒരു കുട്ടി കൊടൈക്കനാലിൽ പോയി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഇവൻ പറഞ്ഞു കൊടൈക്കനാലിൽ നിന്നാണ് അരിക്കൊമ്പനെ വേറൊരു കാട്ടിലേക്ക് മാറ്റിയെന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നീ ന്യൂസൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അരിക്കൊമ്പനെ അറിയാം, അങ്ങനെ കുറച്ച് ആനകളുടെ അവന് ഏത് ആനയുടെ ഫോട്ടോ കാണിച്ചാലും ഞാൻ അതിന്റെ പേര് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അപ്പോ തോന്നി അങ്ങനെ ഒരു നോക്കി നോക്കാം, അങ്ങനെ പറയൂ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഗുരുവായൂർ കേശവന്റെ ഫോട്ടോ, ആനയുടെ ഫോട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവനോട് ചോദിച്ചു ഇത് ഏതാ ആന എന്ന് പറയാൻ പറ്റുമോ. അപ്പൊ തന്നെ അവൻ പറഞ്ഞു അങ്ങനെ ഇത് അങ്ങനെ പറഞ്ഞത് വർഷങ്ങൾക്ക് മുന്നേ ഗുരുവായൂരുണ്ടായിരുന്ന ഒരു ആനയാണ്, ഇത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ചെരിഞ്ഞിരിക്കുന്നു, ഇതിന്റെ പ്രതിമ ഗുരുവായൂരിപ്പ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് അവൻ പറഞ്ഞു. പിന്നീട് മൊബൈലിൽ കൂടുതൽ ആനകളുടെ ചിത്രങ്ങൾ കാണിച്ചു. അതെല്ലാം തിരിച്ചറിഞ്ഞുവെന്ന് മാത്രമല്ല, ആനകളുടെ പ്രത്യേകതയും ആ കുഞ്ഞു മനസ്സ് വിവരിച്ചു. നാട്ടാനകൾ മാത്രമല്ല, കാട്ടുകൊമ്പന്മാർ വരെ ധ്രുവദക്ഷിന് മനപ്പാഠമാണ്. കൂട്ടത്തിലേറെ ഇഷ്ടം തൃക്കടവൂർ ശിവരാജുവിനെയും പാമ്പാടി രാജനെയും. ഈ പാമ്പാടി രാജനും തൃക്കടവൂർ ശിവരാജനും ഇഷ്ടപ്പെടാൻ കാരണം കരിവീരന്മാരാണോ? വീഡിയോ ചിത്രീകരിച്ച് ക്ലാസ് ടീച്ചർ സ്റ്റാഫ് ഗ്രൂപ്പിലിട്ടതോടെ ക്ഷണനേരം കൊണ്ട് വൈറലായി. വേറെ ആനയുടെ ഇതേപോലെ ചോദിച്ചാൽ കിട്ടുമോ ചോദിച്ചു. അപ്പൊ നമുക്ക് അറിയില്ല കൂടുതൽ ആനയുടെ പേര്. അവനോട് തന്നെ ചോദിച്ചു ഏതൊക്കെ ആനയുടെ പേര് അറിയാം എന്നുള്ളത്. അപ്പൊ അവൻ പറഞ്ഞു തന്നപ്പോ ഒക്കെ ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് അതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവനോട് ചോദിച്ചു ഇതൊക്കെ ഏതാ ആന എന്ന് ചോദിച്ചപ്പോൾ അവനെ കറക്റ്റായിട്ട് ഓരോ ആനേനെ പറഞ്ഞു തന്നു. അപ്പോഴാണ് തോന്നിയത് ഇതൊരു എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇവനെ പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവനെ സ്റ്റാഫിന്റെ ഗ്രൂപ്പിൽ ഇടാം എന്ന് കരുതിയിട്ടാണ് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ആനപ്രേമിയായ കൂട്ടുകാരൻ വൈറലായതിന്റെ സന്തോഷത്തിലാണ് LKG-ക്കാരായ
സഹപാഠികളും. ഇതോ ഏതാണ്? ചക്കക്കൊമ്പൻ. ഇതിനെന്താ ചക്കക്കൊമ്പൻ എന്ന് പേര് വരാൻ കാരണം? ചക്ക തിന്നും അതുകൊണ്ട് അല്ലേ. ഈ ആന എന്ന് പറഞ്ഞേ? തിക്കടവൂർ ശിവരാജു. ഈ ആനയുടെ പേര് പറയൂ. പാമ്പാട് രാജൻ. എന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ പേര് വരാൻ കാരണം? അതെല്ലാത്തിനെയും കാട്ടുന്ന പിടിച്ചുകൊണ്ടല്ലേ, അതുകൊണ്ട് ഓരോ പേര് വരും. ഓരോ പേരിട്ടതാണല്ലേ. ന്യൂസ് 18 തൃശൂർ. കൊച്ചുമിടുക്കൻ, ആനപ്രേമിയായ കൊച്ചുമിടുക്കൻ ഓരോ ആനകളെയും ചിത്രങ്ങൾ കണ്ടാൽ അതിൻ്റെ പേര് പറയും. ഈ ആനപ്രേമം എന്നൊക്കെ പറയുന്നത് ചില ആളുകൾ വല്ലാത്ത തരത്തിൽ ആനകളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ആന എവിടെ എത്തിയാലും, ഈ തൃക്കടവൂർ രാജനെ പോലെയുള്ള, പാമ്പാട് രാജനെ പോലെയുള്ള ആനകൾ എവിടെ എത്തിയാലും ചെന്ന് കാണുന്ന ആളുകളുണ്ട്. അതിന് വലിയ ഫാൻസുള്ള ഒരുപാട് ആനകളുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഈ സിനിമാ താരങ്ങളെയൊക്കെ ആരാധിക്കുന്ന പോലെയാണ് പലരും ആനകളെ ആരാധിക്കുന്നത്. അതിൻ്റെ ഒരു കാഴ്ചയാണ്, കൊച്ചുമിടുക്കൻ്റെ കാഴ്ചയാണ് കണ്ടത്. ഇന്നൊരു ദിവസത്തിനൊരു പ്രധാന പ്രത്യേകതയുണ്ട്. ഇന്ന് സെപ്റ്റംബർ 10, ഇന്ന് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ, അതായത് ആത്മഹത്യാ പ്രതിരോധ ദിനമാണ്. ആത്മഹത്യകൾ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിപത്തായി മാറിയിരിക്കുന്ന ഒന്നാണ് ആത്മഹത്യകൾ. കാരണം കൗമാരക്കാർ മുതൽ പ്രായമുള്ളവർ വരെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിനെ ആത്മഹത്യയെ ആശ്രയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊപ്പം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ കാത്തലിൻ അന്ന, സൈക്യാട്രിസ്റ്റ് ആണ്. നമസ്കാരം ഡോക്ടർ, ഈ പ്രത്യേക ഷോയിലേക്ക്. അതായത് ടീച്ചറുടെ വൈറൽ പെർഫോമൻസ് നമുക്ക് ആ ടീച്ചറിനെ നേരിട്ട് കിട്ടി, അതിന്റെ സന്തോഷം അല്ലേ. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ശിരൂരിൽ നിന്നാണ് അടുത്തൊരു വാർത്ത. ശിരൂർ ദൗത്യം നീളാനാണ് സാധ്യത. കാലാവസ്ഥ പ്രതികൂലമായതാണ് പ്രതിസന്ധിക്ക് കാരണം. നിലവിൽ ഉത്തര കന്നഡ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കാർവാറിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അനുകൂല കാലാവസ്ഥ ഉണ്ടായാൽ തിരച്ചിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് വിലയിരുത്തി. കർണാടകയിലെ ശിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇനിയും നീളുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രധാനമായും ഇവിടെ പ്രതിസന്ധിയായിരിക്കുന്നത് കാലാവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി ഈ പ്രദേശത്ത് ഓറഞ്ച് അലർട്ടാണ്, ശക്തമായ മഴയാണ്. ഇത് തന്നെയാണ് ഈ തെരച്ചിൽ വീണ്ടും ആരംഭിക്കുന്നതിന് വെല്ലുവിളി ഉയർത്തുന്നത്. ഏതായാലും നിലവിൽ ഇനി വരുന്ന 3 ദിവസത്തേക്ക് യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും കാലാവസ്ഥ മുന്നറിയിപ്പ് മാറാതെ ഡ്രഡ്ജർ എത്തിക്കാൻ ആവില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത്. ഇത് ഗോവയിൽ നിന്നും കടൽ മാർഗമാണ് എത്തേണ്ടത്. ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായാൽ ഇവിടെ എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് ലംഘിച്ച് ഡ്രഡ്ജർ കൊണ്ടുവരികയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകടപ്പെട്ടാൽ അതിന് ഇൻഷുറൻസ് പരിരക്ഷ പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഏതായാലും അർജുൻ ഉൾപ്പെടെയുള്ളവർക്ക് 3 പേർക്കായുള്ള തിരച്ചിൽ നീളുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 2 മാസം ആകാൻ പോകുന്നു ശിരൂരിൽ ഇത്തരത്തിൽ അപകടം നടന്നിട്ട്. 11 പേരെയാണ് അപകടത്തിൽ കാണാതായത്. ഇതിൽ 8 പേരുടെ മൃതദേഹം നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി 3 പേരെ കണ്ടെത്താനുണ്ട്. ജഗന്നാഥിനെയും ലോകേഷിനെയും അർജുന് പുറമെ ഈ 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായുള്ള തിരച്ചിലാണ് ആരംഭിക്കുന്നത്. എന്തായാലും തിരച്ചിൽ നീളുമെന്ന ഈ വിവരം, ഈ സൂചന അത് കുടുംബത്തെ വലിയ നിരാശയിൽ ആഴ്ത്തിയിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ 18-ാം തീയതി ഇത് സംബന്ധിച്ച് കർണാടക ഹൈക്കോടതിയിൽ വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട്. കർണാടക സർക്കാർ തിരച്ചിലിന് അനുകൂലമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും മഴയാണ്, കാലാവസ്ഥയാണ് വില്ലനായി മാറുന്നത്. എന്തായാലും ഈ ലോറി പുറത്തേക്ക് എടുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ലോറിക്കകത്ത്, ഈ ക്യാബിനകത്ത് അർജുൻ്റെ ശരീരഭാഗങ്ങൾ ഏതെങ്കിലും കിട്ടുമോ എന്ന ഒരു പ്രതീക്ഷ, അതാണ് ദൗത്യ സംഘം പങ്കുവെക്കുന്നത്. അത് തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. അന്ത്യകർമ്മമെങ്കിലും ചെയ്യാൻ ഇവരെ ഈ കുടുംബത്തെ ആവശ്യപ്പെടുന്നത് അത്തരത്തിൽ കണ്ടെത്തണം എന്നതാണ്. അത്തരത്തിൽ ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇനിയും കാത്തിരിക്കേണ്ടി വരും. ആ ഒരു ദൗത്യം സംഘത്തിൻ്റെ ആ പ്രവർത്തനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഏതായാലും അടിയൊഴുക്ക് 3.5 മാത്രമേ ഉള്ളുവെങ്കിലും കാലാവസ്ഥ മുന്നറിയിപ്പ് അവഗണിച്ച് ഏതെങ്കിലും തരത്തിൽ തിരച്ചിൽ നടത്താനാവില്ല. ഇനി 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരച്ചിലിനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. അതിനായി കൃത്യമായ കാലാവസ്ഥ ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടാകണം. അതിനായാണ് ഈ ജില്ലാ ഭരണം ഉൾപ്പെടെ കാത്തിരിക്കുന്നത്. ഏതായാലും ഇന്നലെ ഈ കാർവാറിൽ ഒരു പ്രത്യേക യോഗം ചേർന്നിരുന്നു. ജില്ലാ കലക്ടർ അതുപോലെ തന്നെ SP, കാർവാർ MLA ഇവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. ഈ യോഗത്തിലും ഇത്തരത്തിൽ നിർദ്ദേശം തന്നെയാണ് വന്നിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമായാൽ ആ സമയം തന്നെ ഈ തെരച്ചിൽ ആരംഭിക്കുമെന്നതാണ്
1 കോടി രൂപയോളം ചെലവ് വരുന്ന ഈ ഡ്രഡ്ജറിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാനുള്ള എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോഴും ഈ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ ഈ ദൗത്യം തുടരാനാകൂവെന്ന് ഡ്രഡ്ജർ കമ്പനി കൂടി വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. ഷിരൂർ, ദൗത്യം നീളും എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അല്ലേ? അത് ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് ഇനി ഇന്റർനാഷണൽ വാർത്തകളിലേക്ക്. എന്താണ് നമ്മുടെ കമലാ ഹാരിസ് ജയിക്കുമോ അതോ ട്രംപ് ജയിക്കുമോ? കമലാ ഹാരിസ് ആരുടെയൊപ്പമാണ്? അല്ല, ഞാൻ അങ്ങനെ നമുക്കൊരു പക്ഷമില്ല. പക്ഷേ ട്രംപ് ആദ്യഘട്ടത്തിൽ ഒരുപാട് മുന്നിലായിരുന്നു ബൈഡന്റെ സമയത്ത്. പക്ഷേ കമലാ ഹാരിസ് വന്നതിന് ശേഷം ഞാൻ വായിച്ചതനുസരിച്ച് US തെരഞ്ഞെടുപ്പിന് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. കമലാ ഹാരിസ് സർവേകളിലൊക്കെ മുന്നിലാണ് അല്ലെ? അതെ. ഇപ്പൊ ഈ ഞായറാഴ്ച ഏറ്റവും പുതിയ സർവേ പ്രകാരം രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ്. അപ്പൊ നമ്മളൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ശരിക്കും US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നടക്കാനിരിക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളായ കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും നേരിട്ട് ഏറ്റുമുട്ടുന്ന ആദ്യ ടെലിവിഷൻ സംവാദം ഇന്ന് നടക്കും. ABC ടെലിവിഷൻ ചാനലാണ് സംവാദത്തിന്റെ സംഘാടകർ. പലതവണ ഇത്തരത്തിൽ ഈ കമലാ ഹാരിസിനെയും ബൈഡനെയും ഒക്കെ ട്രംപ് സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു അല്ലേ? ഈ തെരഞ്ഞെടുപ്പ്, അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ ഈ സംവാദങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. ഈ സംവാദങ്ങൾ ആര് മുന്നിലുള്ളതെന്നനുസരിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഗതിവിഗതികളെ പോലും അത് സ്വാധീനിക്കുകയും ചെയ്യും അല്ലേ? ജോ ബൈഡനുമായി നടത്തിയ സംവാദത്തിൽ അതേ നിയമങ്ങൾ പാലിച്ചായിരിക്കും ഇരുവരും ഏറ്റുമുട്ടുക എന്നുള്ളതാണ്. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം നടന്ന സംവാദത്തിന്റെ നിയമം കുറച്ച് വിചിത്രമായിരുന്നു എന്ന് തന്നെ പറയാം. കാര്യം സംഭാഷണ സമയത്തുടനീളം മൈക്രോഫോണുകൾ, അതായത് ഒരാൾ സംസാരിക്കുമ്പോൾ അടുത്തയാളുടെ മൈക്രോഫോണുകൾ പൂർണ്ണമായും ഓഫായിരിക്കും. ഇതിനു മുന്നേ വരെ നടന്നതിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അപ്പം ഇപ്രാവശ്യം തൊട്ട് അങ്ങനെ ആയിരുന്നു. അപ്പം ഈ ഒരു സംഭാഷണ സമയത്ത് മൈക്രോഫോണുകൾ നിശബ്ദമാക്കണം എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ട്രംപ് പറയുന്നതനുസരിച്ച് ഇത് ഇങ്ങനെ തന്നെ ആക്കണം എന്ന് തന്നെയാണ്. അതായത് ട്രംപ് ഇത് സപ്പോർട്ട് ചെയ്യുന്നു, നിശബ്ദമാക്കണം എന്നത് ഡൊണാൾഡ് ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം കമലാ ഹാരിസ് അത് നിശബ്ദമാക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തർക്കം പറയാനുള്ള കാരണം എന്താണ്? എനിക്ക് തോന്നുന്നു, എനിക്ക് മനസ്സിലാവുന്നത് കമലാ ഹാരിസ് ചെറുതായിട്ടൊരു വെല്ലുവിളിച്ചതുപോലെയാണ്. അതിന്റെ ആവശ്യമില്ല, നമുക്ക് തിരിച്ച് സംസാരിക്കും. ഇപ്പൊ ബൈഡനാണ് ശരിക്കും, ജോ ബൈഡനാണ്, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ആവശ്യം നേരത്തെ കൊണ്ടുവന്നതും നേരത്തെ നടന്ന സംവാദത്തിൽ ഇങ്ങനൊരു ആശയം ഉന്നയിച്ചതും ഇങ്ങനൊരു സംഭവം നടത്തിയതും ജോ ബൈഡന്റെ ആവശ്യപ്രകാരമായിരുന്നു. ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു കമലാ ഹാരിസിന് കുറച്ചുകൂടി ട്രംപിനെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമുണ്ട്, സംസാരിക്കാനുള്ള ധൈര്യമുണ്ട്, പതറില്ല എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം തീർച്ചയായും കമലാ ഹാരിസ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും വൈറ്റ് ഹൗസ് നവംബറിലാണ്. അപ്പൊ എന്തായാലും വൈറ്റ് ഹൗസിന്റെ നാഥൻ ആരായിരിക്കും എന്നുള്ള ചർച്ചകളും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ട്രംപിന്റെ അനുകൂലികൾ വന്ന് വൈറ്റ് ഹൗസിൽ ആക്രമണം നടത്തുകയും മറ്റും ചെയ്തു. അതിനുശേഷം ഈ ജോ ബൈഡന്റെ പ്രായം തന്നെയാണ് അല്ലെ അദ്ദേഹത്തിന് പ്രശ്നമായത്. ആ ആദ്യ സംവാദത്തിൽ ജോ ബൈഡൻ ദയനീയമായി പരാജയപ്പെട്ടു. ശേഷം കമലാ ഹാരിസിനെ പോലെ ഇന്ത്യൻ വംശജ അല്ലേ, പാതി ഇന്ത്യനാണ്. അതെ, കമലാ ഹാരിസ് കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടിയതിനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് വീഡിയോയും പോസ്റ്റുകളും ഒക്കെ ഉണ്ട്. അതായത് പാട്ടും പാടി US പ്രസിഡന്റ് ആകും എന്നുള്ള, അത്രയും ഈസി ആയിട്ട് കയറും എന്നുള്ളൊരു രീതിയിലുള്ള ചർച്ചകളും വിശ്വാസമാണ് എല്ലാവർക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വൈറ്റ് ഹൗസിന്റെ അടുത്ത നാഥൻ ആരാകും എന്നുള്ളത്. നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് പോകണം അല്ലേ? നമുക്ക് തിരുവോണം എത്ര ദിവസമുണ്ട്? ഇന്ന് 5-ാം ഓണമാണ്. പിന്നെ സമയമില്ല, എത്തിക്കഴിഞ്ഞു. 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഞായറാഴ്ച തിരുവോണമാണ്. ഇന്ന് അനിഴമാണ് അല്ലേ? നാടകം ഇത്തവണ ഓണത്തിന്റെ പ്രത്യേകത നമ്മൾ പല ദിവസങ്ങളിലും കൊടുക്കുന്നുണ്ട്. നാടകം ചെണ്ടുമല്ലിപ്പൂവാണ്. ചെണ്ടുമല്ലിപ്പൂ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ ജില്ലകളിലും പൂക്കൃഷി നടക്കുന്നുണ്ട്. കുടുംബശ്രീകളുടെയൊക്കെ നേതൃത്വത്തിലാണ്. ഏക്കർ കണക്കിന് ചെണ്ടുമല്ലികൾ പൂവിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. അത്തരത്തിൽ ഒരു വ്യത്യസ്തമായ കാഴ്ചയിലേക്ക് കായംകുളം പത്തിയൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് വളപ്പും ചെണ്ടുമല്ലി ചന്തത്തിൽ തിളങ്ങുകയാണ്. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള 100 കണക്കിന് ചെണ്ടുമല്ലി ചെടികളാണ് ഒരേക്കറിൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഫാർമേഴ്സ് ബാങ്കിന്റെ പൂക്കാലം പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ചെയ്തത്. സഹകരണ മേഖലയിൽ പത്തിയൂർ ഫാർമേഴ്സ് ബാങ്ക് ആദ്യമായാണ് ഇത്രയും വലിയ രീതിയിൽ പൂക്കൃഷി ചെയ്തതെന്നും ഓർഡർ അനുസരിച്ചാണ് വിപണനമെന്നും ബാങ്ക് പ്രസിഡന്റ് ബിനു തച്ചടി പറഞ്ഞു. ആദ്യമായിട്ട് നമ്മളൊരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കണം. അതൊരു വൻ വിജയമായി തന്നെ തുടക്കത്തിൽ എനിക്കൊരു ആശയം ഉണ്ടായിരുന്നു. ഇത് ഒന്നാമത് നമ്മുടെ കാലാവസ്ഥ അതെങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ള ഒരു വലിയ ഇതായിരുന്നു. അതായത് ദൈവം സഹായിച്ച് നമ്മളിത് ചെടി നട്ടത് തന്നെ നല്ലൊരു സമയമായിരുന്നു. അതുകൊണ്ട് അത് നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിച്ചു. പൊന്നോണത്തെ വരവേൽക്കാൻ ഗുരുവായൂർ നഗരസഭയും ചെണ്ടുമല്ലി കൃഷി നടത്തി.
പുഷ്പനഗരം പുഷ്പകൃഷിയുടെ ഭാഗമായായിരുന്നു കൃഷി ഇറക്കിയത്. 25 ക്ലസ്റ്ററുകളിലായി 20,000 തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. എന്നാൽ കൊട്ടാരക്കരയിലെ സ്ഥിതി വ്യത്യസ്തമാണ്. പൂക്കൾ വാങ്ങാൻ ആളുകൾ എത്താത്തതിനാൽ വ്യവസായം പ്രതിസന്ധി നേരിടുന്നുവെന്നാണ് വ്യാപാരികൾ പറയുന്നത്. 10 ദിവസമാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. പൂക്കടക്കാരുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രതീക്ഷ ഈ ഓണം, ചിങ്ങം പിറന്നാലേ ഈ ചിങ്ങം തൊട്ട് ഈ ഓണം വരെ വലിയ ആവേശമാണ്. പക്ഷെ ഈ ഒരു വർഷത്ത് വന്നിട്ട് അതൊന്നും ഞങ്ങൾ ഒരു വർഷത്തെ പ്രതീക്ഷയാ ഓണം. പക്ഷെ അതിങ്ങനെ എന്താന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ. ന്യൂസ് 18 ആലപ്പുഴ. മറ്റൊരു ഓണക്കാഴ്ചയിലേക്ക്. പഴമയുടെ വേഷമണിഞ്ഞ് കൊല്ലം തേവലക്കര ചന്തയിൽ കച്ചവടത്തിനെത്തിയത് കുട്ടികളാണ്. KVM സ്കൂളിലെ കുട്ടികളാണ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും സഹകരണത്തോടെ ഓണച്ചന്ത സംഘടിപ്പിച്ചത്. തക്കാളി, വെണ്ട, വഴുതന, പയർ, പാവൽ തുടങ്ങിയ മിക്ക പച്ചക്കറികളും വീട്ടിലുണ്ടാക്കിയ അച്ചാറുകളും ഓണപലഹാരങ്ങളുമായാണ് കുട്ടികൾ ചന്തയിലെത്തിയത്. പാരമ്പര്യ വേഷമണിഞ്ഞ് കുട്ടികളെത്തിയതോടെ കാഴ്ചക്കാരുടെ എണ്ണവും കൂടി. ഓണച്ചന്ത സൂപ്പർ ഹിറ്റ്. പ്ലാസ്റ്റിക്കിനെ അകറ്റി നിർത്തി വട്ടയിലയിലും തുണിസഞ്ചിയിലും സാധനങ്ങൾ നൽകി. വിൽപ്പനയിലൂടെ ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും 10 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകാനും ഉപയോഗിച്ചു. തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് S ആദ്യ വിൽപ്പന നടത്തി. നമ്മളൊരു ദുരന്തമുഖം അഭിമുഖീകരിച്ചാണ് ഈ വർഷത്തെ ഓണത്തിലേക്ക് പോകുന്നത്. ആ വയനാട്ടിലെ ദുരന്തങ്ങൾക്ക് ഒരു കൈത്താങ്ങായി, അവിടെ ദുരന്തം അനുഭവിച്ചവർക്ക് ഒരു കൈത്താങ്ങായിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് KVMന്റെ ഈ കുഞ്ഞുമക്കൾ അവരുടെ വീട്ടിൽ ഉണ്ടായ പച്ചക്കറികളും മറ്റ് ഉൽപ്പന്നങ്ങളും ഇന്നിവിടെ തേവലക്കരയുടെ ചരിത്രപ്രധാനമായിട്ടുള്ള ഈ മാർക്കറ്റിൽ വിപണനത്തിൽ എത്തിയിട്ടുള്ളത്. വിപണി കാണാനും സാധനങ്ങൾ വാങ്ങിക്കാനും ധാരാളം പേർ എത്തിച്ചേർന്നു. ന്യൂസ് 18 കൊല്ലം. നമുക്ക് ഇനി ഓണക്കാഴ്ചകളുണ്ട്, അതിലേക്ക് പോകണം. അതിനു മുൻപ് ഒരു ഇടവേള. ഗുണം ചെയ്യും എന്നുള്ള ഒരു നിരീക്ഷണം BJP കേന്ദ്രങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ കോൺഗ്രസ് MP BJPയിൽ ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഈ വാർത്ത ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയാണ്. ഇങ്ങനെയൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഇതിപ്പോൾ പല സമയങ്ങളിലും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ഇതാ BJPയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നതാണ്. പക്ഷേ ഈ സമീപകാലത്തില്ലായിരുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസും UDFും നേടിയതിനു ശേഷം ഇത്തരമൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പൊടുന്നനെ ഇങ്ങനെ ഒരു അഭ്യൂഹം വരുന്നതിനുള്ള കാരണം എന്താണ്? അതിൽ തന്നെ ഈ വാർത്തയിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, കേരളത്തിൽ സംഘപരിവാറുമായുള്ള ബന്ധം, അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളിൽ ഇപ്പോൾ CPM പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇത്തരം കോൺഗ്രസിന് BJPയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള, കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ വരുന്നു BJP കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ എന്ന ഒരു സൂചന കൂടി വന്നിട്ടുണ്ടല്ലോ ഈ വാർത്തയിൽ. മഞ്ജുഷ പറയട്ടെ, ഈ വാർത്തയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമില്ല. നേരത്തെയും സമാനമായ നിരവധി വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളടക്കം ഈ വാർത്ത നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഇത് ദേശീയ ദിനപത്രമായ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇങ്ങനെ ഒരു വാർത്ത നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു പത്രം സാധാരണഗതിയിൽ ഇത്തരം നാട്ടിലുള്ള ഓൺലൈനുകളൊക്കെയാണ് ഇത്തരം വാർത്തകളൊക്കെ നിരന്തരം പല നേതാക്കളെയും അഭ്യൂഹങ്ങൾ എന്ന മട്ടിലൊക്കെ വാർത്തകൾ വരുന്നത്. പക്ഷേ ഇതൊരു ദേശീയ ദിനപത്രം, അത് BJP സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് എന്നുകൂടി ആ വാർത്തയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരൊരു വാർത്ത നമ്മളും പുറത്തുവിടുന്നത്. പക്ഷേ ഇതിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്ഥിരീകരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ വാർത്തയിലും ഏതു നേതാവാണ് എന്ന സൂചനകളോ ഇല്ല. കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ്, ഒപ്പം MP ആണ്. ഈ 2 സൂചനകൾ മാത്രമാണുള്ളത്. മുതിർന്ന നേതാക്കളായ MPമാർ നിരവധി പേരുണ്ട്. അതിപ്പോൾ തിരുവനന്തപുരം MP തൊട്ട് കാസർഗോഡ് MP വരെയുള്ള നിരവധി MPമാരെ എടുത്തു കഴിഞ്ഞാൽ മിക്ക ആളുകളും മുതിർന്ന നേതാക്കൾ തന്നെയാണ്. അവർ പലരും MPമാരാണ്. 1-2 പേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ തലമുതിർന്ന നേതാക്കൾ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ MPമാരായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ ആരാണ് എന്നത് കൃത്യമായി ആ വാർത്തയിൽ എവിടെയും പറയുന്നില്ല. പക്ഷേ
തരത്തിലേക്കുള്ള ഒരു ചർച്ച നടന്നുവെന്നും ഈ MP തന്നെ അങ്ങോട്ട് BJP-യുമായിട്ട് ചേരാനുള്ള താല്പര്യം അറിയിക്കുകയായിരുന്നുവെന്നും എന്നാൽ BJP-യിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾക്ക് പല നേതാക്കൾക്കും ഇദ്ദേഹം തന്നെ BJP-യിലേക്ക് എടുക്കുന്നതിന് മറ്റു പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ട് എന്നതും എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൽ അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു MP തന്നെ BJP-യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായിട്ടുള്ള പോരാട്ടത്തിൽ BJP-ക്ക് ചെറിയ തരത്തിൽ എഡ്ജ് കിട്ടും. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് പോകണം, അതുകൂടി പരിഗണിച്ച് വേണം തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള ഒരു നിലപാടിലാണ് BJP നേതൃത്വം നിൽക്കുന്നത് എന്നുള്ളതും വാർത്തയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ വാർത്തയിൽ എവിടെയും ആരാണ് MP എന്നോ ഏതു നേതാവാണെന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു സൂചനയും നൽകുന്നില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവാണ് MP ആണ് എന്നുള്ളതാണ്. അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ മാത്രമായി തന്നെ പറയാൻ കഴിയില്ല. കേരളത്തിലെ കോൺഗ്രസ് MP-മാരിൽ മഹാഭൂരിപക്ഷം പേരും തലമുതിർന്ന MP-മാരാണ്. പലരും 3 പ്രാവശ്യവും 4 പ്രാവശ്യവും ഒക്കെ MP-മാരായ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് ഈ മുതിർന്ന നേതാവ് എന്നത് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്ത ഒരു ദേശീയ ദിനപത്രം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. BJP നേതാക്കളുടെ അടുത്ത് എനിക്ക് BJP-യിലേക്ക് ചേരാൻ താല്പര്യമുണ്ട് എന്ന് MP അങ്ങോട്ട് അറിയിക്കുന്നു. അതിൽ BJP ഉടൻ തീരുമാനമെടുക്കും എന്നുള്ള മട്ടിലാണ് ആ വാർത്ത എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ മഞ്ജുഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ CPM BJP ബന്ധത്തെക്കുറിച്ചുള്ള വലിയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് BJP സോഴ്സിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് കോൺഗ്രസിന് BJP ബന്ധം അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു പ്രധാനപ്പെട്ട നേതാവ് BJP-യിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വാർത്തയ്ക്ക് സവിശേഷമായ ചില പ്രാധാന്യം കൂടിയുണ്ട്. ഒരു കോൺഗ്രസ് നേതാവാണ്, ഇപ്പോഴത്തെ MP ആണ് എന്നതിനപ്പുറം നേതാവാരെന്ന് വാർത്തയിൽ സൂചിപ്പിക്കുന്നില്ല. ഈ നേതാവ് BJP-യിൽ ചേരാൻ താൽപ്പര്യം അറിയിച്ച് നേതൃത്വത്തെ സമീപിക്കുകയായിരുന്നുവെന്നാണ് വാർത്തയിൽ പറയുന്നത്. എന്നാൽ BJP-യിലെ പലർക്കും ഈ കോൺഗ്രസ് നേതാവിനെ കുറിച്ചുള്ള വിയോജിപ്പുകൾ ഉണ്ട്. പക്ഷേ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നേതാവ് വരുന്നത് പാർട്ടിക്ക് കേരളത്തിൽ ഗുണം ചെയ്യും എന്നുള്ള ഒരു നിരീക്ഷണം BJP കേന്ദ്രങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ കോൺഗ്രസ് MP BJP-യിൽ ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഈ വാർത്ത ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയാണ്. ഇങ്ങനെയൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഇതിപ്പോൾ പല സമയങ്ങളിലും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ഇതാ BJP-യിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നതാണ്. പക്ഷേ ഈ സമീപകാലത്തില്ലായിരുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസും UDF-ഉം നേടിയതിനു ശേഷം ഇത്തരമൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് 10-ാം തീയതിയാണ്. ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെ, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമാണ്. അത് നമുക്കറിയാം. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൗമാരക്കാർ മുതൽ ഒരുപാട് ആളുകൾ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ ഗ്ലോബലി ഒരു വർഷം 7 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഇങ്ങനെ ആത്മഹത്യ അങ്ങനെ ചെയ്ത് മരണപ്പെടുന്നതെന്നാണ് ഒരു കണക്കുള്ളത്. ഡോക്ടർ കാതലിൻ അന്ന സൈക്കാട്രിസ്റ്റ് ആണ്. മാഡം നമ്മളോടൊപ്പം ഉണ്ട്. കാരണം ഇന്നത്തെ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സന്ദേശം കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമസ്കാരം മാഡം. നമസ്കാരം. നമുക്ക് ഈ വല്ലാത്ത തോതിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് കേസുകൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ മാഡത്തിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാറും മറ്റുമുണ്ടല്ലോ. എന്താണ് കൂടുതലായി ഇങ്ങനൊരു കാരണം, ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാരണമായി തോന്നുന്നത്? നമ്മുടെ മാറി മാറി വന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാം, ഒപ്പം ബന്ധങ്ങളിലുള്ള പല വിധത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ളൊരു മനക്കെട്ടിയില്ലായ്മ അത് കൂടിയതുണ്ടാകാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായി തോന്നുന്നത്? അതെ സാർ, ഇപ്പൊ പറഞ്ഞ കാരണങ്ങൾ പോലെ തന്നെ ഒരുപാട് ആളുകളിലും ആ ഒരു സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് ചെയ്തതിന്റെ ഒരു പ്രഭാവമുണ്ട്. അതായത് മുന്നേ എല്ലാവരും ഒരു സൊസൈറ്റി ആയിട്ട് ഒരു ഒത്തൊരുമ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്റ്റഡ്നെസ് അതെല്ലാം മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലായും എല്ലാം ന്യൂക്ലിയർ ഫാമിലീസ് ആണ്. സോഷ്യൽ മീഡിയയും കാര്യങ്ങളും വന്നതോടുകൂടി മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു കണക്ഷനും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു സൊസൈറ്റിയുടെ ഒരു മെമ്പർ ആയിട്ട് ഒരു വ്യക്തിക്ക് തോന്നാതിരിക്കുക, ഞാൻ തനിച്ചല്ല, എനിക്ക് കൂടെ ഒരു സമൂഹമുണ്ട് എന്നുള്ള, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ധാരാളം ആളുകളുണ്ട് എന്നുള്ളൊരു തോന്നൽ പല ആൾക്കാരിലും ഉണ്ടാവുന്നില്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ തനിയെയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനെ നേരിടേണ്ടി വരുന്നത് എന്ന് തോന്നുമ്പോൾ ആ പ്രതിസന്ധിയുടെ ഒരു പ്രഭാവം അവരിൽ വളരെ വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, ഒരു സൊസൈറ്റിയുടെ തന്നെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പല ആക്ടിവിറ്റീസും കാര്യങ്ങളിലും ഇപ്പോ ഒരു സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സോഷ്യൽ കോസസിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് വരിക, അതെല്ലാം കുറഞ്ഞു വരികയാണ്. എല്ലാവരും അവരവരുടെ മുറികളിലേക്കും കുടുംബങ്ങളിലേക്കും മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തങ്ങൾ ഒറ്റയ്ക്കാണ് ഈ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു ചിന്തയാണ് മിക്കവർക്കും താങ്ങാൻ പറ്റാതെ വരുന്നത്. നമ്മൾ ഈ കാരണങ്ങളിലേക്ക് പോകുന്നതിനപ്പുറം ഇതെങ്ങനെ തടയാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. ഇങ്ങനെ വരുന്നവർക്ക്
മാഡം സാധാരണയായി അവരോട് സംസാരിക്കുമ്പോൾ പ്രധാനമായും പങ്കുവെക്കുന്ന കാര്യങ്ങൾ, അവർക്ക് കൊടുക്കുന്ന ഇതിൽ നിന്ന് പിന്മാറാൻ ഉപദേശമായി നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഇപ്പൊ ഒരാൾ ആക്റ്റീവ്ലി സൂയിസൈഡൽ ആയിട്ടാണ് വരുന്നത്, അതായത് ഇപ്പോൾ ഉടനെ തന്നെ ഒരു സൂയിസൈഡ് ചെയ്യണം അല്ലെങ്കിൽ ഉടനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതിന്റെ ഒരു ഇമ്മീഡിയറ്റ് ഒരു സിറ്റുവേഷനിൽ വരുന്ന ഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം അവർക്ക് ഇമോഷണലി അവരെ ഒന്ന് വെന്റിലേറ്റ് ചെയ്യാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് മനസ്സിലുള്ള ഇമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ ഒരു സേഫ് സ്പേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് സങ്കടമായിക്കോട്ടെ, രോഷമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ അവരെ വളരെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുന്നു. അവരുടെ ഇമോഷൻസ്, അവരുടെ പ്രോബ്ലംസ് എല്ലാം കേൾക്കാൻ ഒരാളുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ മിക്ക ആൾക്കാർക്കും പകുതി ഭാരം താഴ്ന്നു കിട്ടുകയാണ്. അവർ വീടുകളിൽ നിൽക്കുമ്പോൾ പലപ്പോഴും അവരുടെ ഫാമിലി മെമ്പേഴ്സോ അവരുടെ ഫ്രണ്ട്സോ അവരെ കേൾക്കാൻ, ശ്രവിക്കാൻ ആളില്ല എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം വെന്റിലേഷൻ, നമ്മൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അവർ ഇമോഷണലി ഒന്ന് അവരുടെ ഇമോഷൻസ് ഒന്ന് കണ്ടെയ്ൻ ആയതിനു ശേഷം എന്താണ് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിന്റെ പുറത്താണ് അവരിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്നതെങ്കിൽ അതിനെ ലോജിക്കലായിട്ട്, റാഷണൽ ആയിട്ട് എങ്ങനെ സമീപിക്കാം, ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അവരെ ആ സൊല്യൂഷൻസ് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ അവരെ ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും നമുക്ക്, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡേ ആയിട്ട് തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതിന് നമ്മൾ എന്തെങ്കിലും തീംസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടോ മാഡം? അതെ, അപ്പോ ഇപ്പം ഈ കൊല്ലത്തെ വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയുടെ തീം ചേഞ്ചിങ് ദ നെറേറ്റീവ് ഓൺ സൂയിസൈഡ് എന്നുള്ളതാണ്. അതായത് ഒരു സമൂഹം എന്ന നിലയിൽ സൂയിസൈഡ് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയുള്ള ഒരു സമീപനം, ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതിൽ നിന്ന് മാറ്റി ഒരു പിന്തുണയുടെയും ഒരു ചേർത്ത് പിടിക്കലിന്റെയും ഒരു സമീപനത്തിലേക്ക് മാറ്റണം എന്നുള്ളതാണ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയുടെ പ്രമേയമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സർക്കാരിന്റെ നീക്കങ്ങൾ നോക്കുകയാണെങ്കിൽ 2017 സൂയിസൈഡ് ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട് മെന്റൽ ഹെൽത്ത് കെയർ ആക്ടിന്റെ ഭാഗമായിട്ട്. അതിനു മുമ്പ് സൂയിസൈഡ് ഒരു റിപ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിരുന്നു. അപ്പം ഇത് ഡീക്രിമിനലൈസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്താൽ അതിനുവേണ്ടി സഹായം തേടാനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു കെയർ ആക്സസ് ചെയ്യാനുമുള്ള ഒരു സൗകര്യം ഒരുങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, റീസെന്റ് 2022 ഇന്ത്യൻ ഗവൺമെന്റ് നാഷണൽ സൂയിസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി എന്നുള്ള പേരിൽ തന്നെ ഒരു പോളിസി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പോളിസി പ്രകാരം 2022 അപേക്ഷിച്ച് 2030 ആവുമ്പോഴത്തേക്കും സൂയിസൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള മരണനിരക്ക് ഒരു 10% കുറച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു പ്ലാൻ. അതിന്റെ ഭാഗമായിട്ട് പല രീതികളിലും പല നടപടികളും. അപ്പൊ അതില് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആൾക്കാർക്ക് ഫോളോ അപ്പ് സർവീസസ് ഉണ്ടാക്കുക എന്നുള്ളത്. പലരും സൂയിസൈഡ് അറ്റംപ്റ്റ് വന്ന് ഹോസ്പിറ്റലിൽ ഒരു കെയർ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഒരു ഫോളോ അപ്പ് കെയർ കിട്ടുന്നില്ല. അപ്പൊ പൊതുവെ കാണുന്നത് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആൾക്കാർ അതിനുശേഷമുള്ള ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ 18 മാസമൊക്കെ അവരിൽ രണ്ടാമതൊരു അറ്റംപ്റ്റിനുള്ള റിസ്ക് കൂടുതലാണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു ഫോളോ അപ്പ് കെയറും കാര്യങ്ങളും ഉറപ്പുവരുത്താനും ഈ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ അതിനൊരു നയം രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അതായത് ഇപ്പോൾ രഞ്ജിത്തേട്ടൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ കുട്ടികൾ അല്ലെങ്കിൽ അതായത് ടീനേജേഴ്സ്, കുട്ടികൾ എന്ന് പറയുമ്പോൾ പൊതുവേ ടീനേജേഴ്സ്, ഇപ്പം റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിരിക്കാം, അങ്ങനെ എന്തൊരു സ്ട്രെസ് ഉണ്ടായാലും അവർക്ക് നേരെ ഇങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ ചിന്താഗതി വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അപ്പം അതിന് എനിക്ക് തോന്നുന്നു പല തലങ്ങളുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുടെ ഒരു തുടക്കം നമ്മുടെ വീടുകളിൽ തന്നെയാണ് അതിനൊരു പരിഹാരം ആദ്യം തുടക്കമിടേണ്ടത്. അതായത് അച്ഛനും അമ്മയും കുട്ടിയും ഉൾപ്പെടുന്ന ആ ഒരു കുടുംബത്തിൽ പലപ്പോഴും കുട്ടികൾ അച്ഛനും അമ്മയുടെയും ഒരു സ്ട്രെസ് വന്നാൽ അവരതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ള ഒരു മോഡലിംഗിലായിരിക്കും കുട്ടികളും അവർക്ക് ഒരു സ്ട്രെസ് വരുമ്പം എങ്ങനെ നേരിടണം എന്നുള്ളത് പഠിക്കുന്നത്. അപ്പൊ അച്ഛനും അമ്മയും പലപ്പോഴും സ്ട്രെസ് വരുമ്പം ഒരു ഭയങ്കര പൊട്ടിത്തെറി, ദേഷ്യം അല്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണി അങ്ങോട്ടും ഇങ്ങോട്ടും മുഴക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുട്ടി കണ്ടിരിക്കുന്നതെങ്കിൽ കുട്ടിയുടെ മൈൻഡിലും ആദ്യമായിട്ട് അങ്ങനെ ഒരു സൊല്യൂഷൻ ആയിരിക്കും വരിക. അപ്പം വീടുകളിൽ തന്നെ ഒരു സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു സംഭാഷണവും നല്ലൊരു മോഡലിംഗ് വഴി അച്ഛനും അമ്മയും കുട്ടിക്ക് മാതൃകയാവുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നീട് സ്കൂളുകളിലും ചെറുപ്പത്തിൽ തന്നെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെയുള്ള സ്ട്രെസ് മാനേജ്മെന്റ്, കോപ്പിംഗ് സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എല്ലാം ഉൾപ്പെടുത്തിയാൽ അത് കുട്ടികൾക്ക് വലിയ ഒരു ഉപകാരമായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുട്ടികൾ സോഷ്യൽ മീഡിയ ആയിട്ട് തന്നെ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മീഡിയയിലും നൽകുന്ന സന്ദേശവും കാര്യങ്ങളും കുട്ടികളെ ഒരുപാട് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പോസിറ്റീവ് മെസ്സേജസ് മീഡിയ വഴിയും ഒരുപാട് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
ശരി, നന്ദി മാഡം. ഏതായാലും ഈ ദിവസത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ്. അത് ആത്മഹത്യാ പ്രതിരോധ ദിനം എന്ന് പറയുമ്പോൾ അത്തരം സംഗതികളിലേക്ക് ചിന്തിക്കുന്നവർക്ക് അവർക്ക് കൂടി ഒന്നുകൂടി ഒരു പുനർവിചിന്തനം നടത്താനുള്ള അവസരമാണ്. ഏതായാലും നമ്മളോടൊപ്പം ചേർന്നതിന് വളരെയധികം ഡോക്ടർ കാതലിൻ ആൻ വിലപ്പെട്ട ഉപദേശങ്ങളാണ് കണ്ടു നിൽക്കുന്ന ഒരുപാട് പേർക്ക് അത് പ്രയോജനം ചെയ്യുകയും ചെയ്യും ജീവിതത്തിൽ. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. സ്വന്തം വീട് മ്യൂസിയമാക്കി പാലക്കാട് കുമ്പിടി സ്വദേശി. കുമ്പിടിയിലെ ഉബൈദാണ് പുരാവസ്തുക്കളുടെ വലിയ ശേഖരവുമായി വീട് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത്. കാണാം. പുരാവസ്തു ശേഖരങ്ങളാൽ വീട് തന്നെ മ്യൂസിയമാക്കി മാറ്റുകയാണ് ഉബൈദ്. പുരാതന കാലത്തെ നാണയങ്ങൾ മുതൽ പുതുതലമുറയ്ക്ക് വിസ്മയ കാഴ്ച ഒരുക്കുന്ന വസ്തുക്കളുടെ വലിയ ശേഖരം തന്നെ ഉബൈദിന്റെ വീട്ടിലിടം പിടിച്ചിട്ടുണ്ട്. കിലോ തൂക്കമുള്ള സാറ്റലൈറ്റ് ഫോൺ, ഗ്രാമഫോൺ, ഫിലിം ക്യാമറകൾ മുതൽ ഡിജിറ്റൽ ക്യാമറകൾ, വിവിധ രാജ്യങ്ങളുടെ പുരാതനവും പുതിയതുമായ കറൻസികൾ, നാണയങ്ങൾ, പെട്രോമാക്സ്, കാസറ്റുകൾ, സ്റ്റാമ്പുകൾ, കാർഷിക ഉപകരണങ്ങൾ, വിദേശ രാജ്യങ്ങളിലെ വിവിധ തരം കമ്പനികളുടെ 300ഓളം സിഗർ ലൈറ്ററുകൾ എന്നിങ്ങനെ നീളുന്നു ഇവിടുത്തെ കാഴ്ച. വിദ്യാർത്ഥിയായിരിക്കെ നാണയത്തുട്ടുകളോട് തുടങ്ങിയ കമ്പമാണ് പുരാവസ്തു ശേഖരങ്ങളിലേക്കും മ്യൂസിയം എന്ന ചിന്തയിലേക്കും എത്തിച്ചത്. ഓട്ടമുക്കാൽ കണ്ടപ്പോ തോനെ കണ്ടപ്പോ അങ്ങനെ എടുത്തെത്തി അങ്ങനെ അതിനൊന്നും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഇപ്പൊ അതുപോലൊക്കെ അന്നത്തെ കണ്ട ഓട്ടമുക്കാലാണ് ഇപ്പോഴും കണ്ടത്. അന്നിങ്ങനെ ഒരു ഭാഗത്ത് ഒട്ടിച്ചാൽ വെച്ച് ഇപ്പൊ പിന്നെ അതിന് കുറച്ചുകൂടി പുരോഗമിച്ച് വേറെ പാത്രങ്ങളൊക്കെ വേറെ ഫ്രെയിമൊക്കെ വന്നിട്ട് അതിലാക്കി നോക്കും. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ പല സ്കൂളുകളിലും മറ്റു പരിപാടികളിലുമൊക്കെയായി നിരവധി പ്രദർശനങ്ങളും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ഉബൈദിന്റെ വീട്ടിലെ മ്യൂസിയം സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് പാവയ്ക്ക കൃഷിയെ കുറിച്ചാണ്. പാവയ്ക്കയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ പാവയ്ക്ക എന്നാണ്, നമ്മുടെ കൈപ്പക്ക എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അത് കൈപ്പുള്ളതുകൊണ്ടായിരിക്കും കുറച്ചല്ലേ. പാവയ്ക്കയ്ക്ക് പൊതുവേ ഒരു കൈപ്പുണ്ട്. നമുക്ക് ആ 2 ഏക്കർ സ്ഥലത്ത് പാവൽ കൃഷിയാൽ ഹരിതാഭമാക്കിയ കാസർകോട്ടെ യുവ കർഷകരായ സുനൈസിനെയും അബൂബക്കറിനെയും പരിചയപ്പെടാം. മധൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിയിടം ഓണം വിളവെടുപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഓണം വിപണി പ്രതീക്ഷിച്ച് 1300ഓളം തൈകൾ വച്ചുപിടിപ്പിച്ച് ജൂണിൽ തുടങ്ങിയ പാവൽ കൃഷിയാണ് വിളവെടുപ്പിന് പാകമായത്. ഈ ഹരിതാപമായ കാഴ്ച യുവ കർഷകരായ പെരുമ്പളയിലെ സുനൈസിന്റെയും അബൂബക്കറിന്റെയും മനസ്സ് നിറയ്ക്കുകയാണ്. മധൂർ കൃഷിഭവൻ പരിധിയിൽ പാട്ടത്തിനടുത്ത് 2 ഏക്കർ സ്ഥലത്ത് നടത്തുന്ന കൃഷിയിൽ നിന്ന് 12 ടൺ വിളവാണ് പ്രതീക്ഷിക്കുന്നത്. കൃഷി ഓഫീസറുടെ നിർദ്ദേശമനുസരിച്ച് വളപ്രയോഗം നടത്തിയുള്ള പാവയ്ക്ക കൃഷി വിജയകരമായതിന്റെ സന്തോഷത്തിലാണ് സുനൈസും അബൂബക്കറും. ഓണത്തിനായുള്ള ആദ്യഘട്ട വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിവിടെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന രീതിയിൽ കൈപ്പക്കയുടെ ഈസ്റ്റ് വെസ്റ്റിൻ്റെ മായ F1 എന്ന് പറഞ്ഞ വെറൈറ്റിയിലൂടെയാണ് ഇപ്പോൾ 1 ഏക്കറോളം 1300ഓളം തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തികച്ചും ജൈവവളങ്ങളും മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഓണം വിപണി പ്രതീക്ഷിച്ചാണ് നമ്മൾ ഒരു വളവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വിപണിയിലെ ആവശ്യം കണക്കിലെടുത്തും മികച്ച വിളവ് പ്രതീക്ഷിച്ചും ഹൈബ്രിഡ് ഇനമായ മായ F1 ആണ് കൃഷി ചെയ്തിരിക്കുന്നത്. തരിശായി കിടന്ന പ്രദേശത്ത് 2 ലക്ഷത്തോളം രൂപ ചെലവിട്ട് പന്തലൊരുക്കി ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗിലൂടെയാണ് കൃഷിയിടത്തിലേക്ക് ആവശ്യമായ വെള്ളവും വളപ്രയോഗവും നടത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. നമുക്കിനി ഒരു ഓണപ്പാട്ട് കാണണം. ഈ നാടൻ പാട്ടുകളുടെ ഈണവും താളവും ഇല്ലാതെ മലയാളിക്ക് എന്ത് ഓണമാണ്. ഈ ഓണസമയത്ത് ഒരുപാട് ഓണ കാസറ്റുകൾ പണ്ടൊക്കെ കാലത്ത് ഓണ കാസറ്റുകൾ ഇറങ്ങിയപ്പോൾ ആൽബംസ് ഒരുപാട് ഇറങ്ങാറുണ്ട്. ഒരുപാട് ആളുകൾ ഓണസമയത്താണ് പാട്ടുകൾ ഇറക്കാനായി തിരഞ്ഞെടുക്കുന്നത്. പാടവരമ്പുകളിലൊക്കെ ചിങ്ങമാസത്തിന്, നാട്ടുവഴികളിലും പാടവരമ്പുകളിലുമൊക്കെ ചിങ്ങമാസത്തിന് ഈണവും താളവുമാണ്. തൃശൂർ തുടിതാളം കലാകേന്ദ്രത്തിലെ കലാകാരന്മാർ രാജു ഗുരുവായൂരിനൊപ്പം ന്യൂസ് 18 പ്രേക്ഷകർക്കായി ചില ഓണപ്പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്തു. അതിലേക്ക് മാവേലി മന്നന്റെ നാടൻ പാട്ടുകളുമായി ഒരു കൂട്ടം കലാകാരന്മാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ. ന്യൂസ് 18 ചാനലിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തൃശൂർ തുടിതാളം കുറച്ച് നാടൻ പാട്ടുകളുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ്.
മുടിയാടി കളിക്കടേ കാളി കന്യകമാരെ മുടിയാടി കളിക്കടേ കാളി കന്യകമാരെ കുട്ടത്തോടി കളിച്ചവരെ കുട്ടാരത്ത് കളിച്ചവരെ കുട്ടത്തോടി കളിച്ചവരെ കുട്ടാരത്ത് കളിച്ചവരെ മുടിയാടി കളിക്കുന്നു കാളി കന്യകമാരെ മുടിയാടി കളിക്കുന്നു കാളി കന്യകമാരെ കുട്ടത്തോടി കളിച്ചവരെ കുട്ടാരത്ത് കളിച്ചവരെ കുട്ടത്തോടി കളിച്ചവരെ കുട്ടാരത്ത് കളിച്ചവരെ ആടാത്തോരെ ആടിക്കണേ തമ്പ്രാട്ടമ്മേ കാലേ ആടാത്തോരെ ആടിക്കണേ തമ്പ്രാട്ടമ്മേ കാലേ കുട്ടത്തോടി കളിച്ചവരെ കുട്ടാരത്ത് കളിച്ചവരെ കുട്ടത്തോടി കളിച്ചവരെ കുട്ടാരത്ത് കളിച്ചവരെ ആടാത്തോരെ ആടുന്നു തമ്പ്രാട്ടമ്മേ കാലേ ആടാത്തോരെ ആടുന്നു തമ്പ്രാട്ടമ്മേ കാലേ കുട്ടത്തോടി കളിച്ചവരെ കുട്ടാരത്ത് കളിച്ചവരെ കുട്ടത്തോടി കളിച്ചവരെ കുട്ടാരത്ത് കളിച്ചവരെ പാടാത്തോരെ പാടിക്കണേ തമ്പ്രാട്ടമ്മേ കാലേ പാടാത്തോരെ പാടിക്കണേ തമ്പ്രാട്ടമ്മേ കാലേ കുട്ടത്തോടി കളിച്ചവരെ കുട്ടാരത്ത് കളിച്ചവരെ കുട്ടത്തോടി കളിച്ചവരെ കുട്ടാരത്ത് കളിച്ചവരെ പാടാത്തോരെ പാടുന്നു തമ്പ്രാട്ടമ്മേ കാലേ പാടാത്തോരെ പാടുന്നു തമ്പ്രാട്ടമ്മേ കാലേ കുട്ടത്തോടി കളിച്ചവരെ കുട്ടാരത്ത് കളിച്ചവരെ കുട്ടത്തോടി കളിച്ചവരെ ആ മനോഹരമായ ന്യൂസ് 18-നൊപ്പം ആഘോഷിക്കാം. ഓണം നാളാണ്, ഇന്ന് അനിഴം ദിവസമാണ്, ഇന്ന് അഞ്ചാം അത്തമാണ് കേട്ടോ. അത്തമാണ്, അഞ്ചാം അത്തം. ആദ്യം അഞ്ചാം ഓണം എന്ന് പറഞ്ഞു അല്ലേ? അഞ്ചാം അത്തമാണ് ഇന്ന്. ഏതായാലും എല്ലാ ആശംസകളും എല്ലാ ആഘോഷങ്ങളും കളറാകട്ടെ. ന്യൂസ് 18-നും ഞങ്ങൾ പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും. വരും മണിക്കൂറുകളിലും ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർക്കായി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്. ന്യൂസ് 18-നൊപ്പം തുടരുക. നന്ദി, നമസ്കാരം. നമസ്കാരം.